ഒരു ദിവസം രാവിലെ തൊട്ട് ബിഗ് ബോസിന്റെ ഒരു ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇമോഷൻസ് ഇങ്ങനെ മാറി മറിയും. ഇന്നിപ്പോ ഒരു ദിവസം ഇതേണക്ക് അനുമോള് കൺഫെഷൻ റൂമിലിരുന്ന് കരഞ്ഞപ്പോൾ ഒപ്പം ഒന്ന് കരയാൻ തോന്നിയിരുന്നു. ഇന്ന് അതുപോലെ എൻ്റെ മൂക്കടഞ്ഞിട്ടുണ്ട്, ഞാനും കുറച്ചൊന്ന് വിങ്ങിപ്പൊട്ടി. ഇന്ന് അതുപോലെ ജിസേലും. പക്ഷേ ഇതൊരു ഗെയിം സ്ട്രാറ്റജി അല്ല, ഇതൊരു ഗെയിമേ അല്ല, ഇത് ജീവിതമാണ്. അപ്പോൾ ബിഗ് ബോസിനകത്ത് ഇതിപ്പോൾ രണ്ടാമത്തെ തവണ നമ്മൾ ഡിംപിൾ ബാലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേപോലെ സിമിലർ ഒരു സിറ്റുവേഷനാണ്. ശരിക്കും ജിസേലിൻ്റെ മമ്മിയുടെ സിസ്റ്ററാണ്, പക്ഷെ ജിസേലിൻ്റെ മമ്മിയെ പോലെ തന്നെയാണ്. ബിക്കോസ് അവർക്കൊരു വളരെ ചുരുക്കം കുറച്ച് വ്യക്തികൾ മാത്രമേ അവരുടെ ഫാമിലിയിലുള്ളൂ എന്നുള്ളത് ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകാം. പക്ഷേ ഈ ഒരു വേദിയിൽ നിൽക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനൊരു അവസ്ഥ എന്നൊക്കെ ജിസേൽ പറയുന്നുണ്ട്. ജിസേലിൻ്റെ ഒരു പേഴ്സണൽ ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു ക്യാരക്ടർ നന്നായിട്ട് വിസിബിൾ ആകുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അതായത് ഞാനിത് കമ്പാരിസൺ പറയുകയല്ല, പക്ഷേ ലൈവിൽ ഈ ഒരു ജിസേലിൻ്റെ ഇഷ്യൂ കാണിക്കുന്ന അറ്റ് ദ സെയിം ടൈം അനുമോളുടെ വിഷയം കാണിക്കുന്നുണ്ട്. ഇത് പ്രേക്ഷകർക്ക് വേണ്ടി തന്നെയാണ്. ഈ ലൈവ് പോലും കാണിക്കുന്നത് പ്രേക്ഷകർ ഇതൊന്നും മനസ്സിലാക്കാൻ കൂടിയാണ്. അതായത് ഒരു സൈഡിൽ ഒരു ഗെയിം ഉണ്ട്, പക്ഷേ അതേപോലെ തന്നെ ഇതൊരു ബിഗ് ബോസ് ഷോയാണ്, ഒരു TV ഷോയാണ് എന്നുകൂടി തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ എടുത്തു പറയുന്നു, ഇപ്പം നമ്മൾ ജിസേലിനെ ഒരുപാട് തരത്തിൽ ആ ഒരു ഗെയിമിൻ്റെ പേരിൽ ഒരുപാട് തരത്തിൽ ബ്ലെയിം ചെയ്യാറുണ്ട്. ജിസേൽ എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്യുന്നതിൽ മിടുക്കിയാണ്, ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടേ ഇല്ല ജിസേൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വൃത്തികെട്ട വ്യക്തിയാണെന്നോ മോശമാണെന്നോ എന്നും. അതാണ് ഞാൻ പറയുന്നത്. ഒരു വ്യക്തിയുടെ ബിഹേവിയറും ആ ഒരു വ്യക്തിയുടെ ഒരു ഗെയിം എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് അനുമോള് ശരിയാകുന്നതും ജിസേലിൻ്റെ ഗെയിം എന്തായിക്കോട്ടെ ജിസേൽ എന്ന് പറയുന്നൊരു വ്യക്തി ശരിയാകുന്നതും. നമ്മളെല്ലാവരും ശരികളാണ്. നമ്മുടെയൊക്കെ തെറ്റുകളെന്ന് പറയുന്നത് വളരെ റെയറായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. എല്ലാവരിലും ശരികളാണ്. അപ്പോൾ ഇന്നത്തെ ആ ഒരു സംഭവത്തിലേക്ക് കടക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ജിസേൽ കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജിസേലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ വന്ന ആ ഒരു വലിയ ഒരു വിഷമ വാർത്ത എന്താണെന്ന് പറയുന്നതിന് മുന്നേ തന്നെ ലൈവിൽ വളരെ അധികം എടുത്തു കാണിച്ചുകൊണ്ടിരിക്കുന്നത് അനുമോളുടെ പേഴ്സണൽ ലൈഫാണ്. അതായത് അനുമോളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആദിലയും നൂറയും അനുമോളോട് എടുത്തെടുത്ത് പറയാണ്, അനുമോളെ നീ ഇങ്ങനെ നിൽക്കരുത്. ഈ ബിഗ് ബോസിനകത്ത് നീ എന്തിനാണ് ഈ ഓരോന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്? മറ്റുള്ളവരിൽ നിന്ന് എന്ത് എക്സ്പെക്ട് ചെയ്യാനാണ്? അവരുടെ സ്നേഹം എന്തിനാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഫ്രണ്ട്ഷിപ്പ് എന്തിനാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? അനുമോൾ എന്താണോ പുറത്ത് അതേ കണക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നാലോ എന്ന് പറയുകയാണ്. കൂട്ടത്തിൽ രേണുസുതി ഉണ്ട്. രേണുസുതിക്ക് അനുമോളെ പേഴ്സണലി വളരെ അധികം അറിയാം. അപ്പോൾ അനുമോള് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാനിവിടെ വന്നത് പ്രതീക്ഷിച്ചതെന്ന് വെച്ചാൽ എനിക്കിവിടെ എല്ലാവരെയും ചിരിപ്പിക്കണം, ഞാൻ ഇവിടുത്തെ ഒരു എന്താ പറയുക ഒരു പാവക്കുട്ടിയെ പോലെ കളിപ്പിക്കുന്ന കുട്ടിയെ പോലെ എന്ന് വെച്ചാൽ വളരെയധികം ഫണ്ണായിരിക്കണം, അതാണ് എക്സ്പെക്ട് ചെയ്തതെന്ന് അനുമോള് പറയുന്നുണ്ട്. ഇത് നമ്മൾ ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ്. അനുമോളുടെ ഗെയിം കൊള്ളില്ല, അനുമോളുടെ ഗെയിം കളിക്കുന്നേ ഇല്ല. അനുമോള് റിയൽ എന്താണോ, അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്താണോ അതാണ് ബിഗ് ബോസിൽ സ്റ്റിൽ നൗ ഉള്ളത്. അതവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ് തുടക്കം തൊട്ടേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ പറയുന്നുണ്ട്, അതായത് എനിക്കിവിടെ എല്ലാം അടിച്ചു പൊളിച്ച് ആരെയും കരയിപ്പിക്കണ്ട, എനിക്കിവിടെ കരയണ്ട, എന്നെ ഇവിടെ എല്ലാവരെയും സന്തോഷിപ്പിച്ച് നിൽക്കാനാണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ആദില പറയുന്നുണ്ട്, ഇത് അങ്ങനൊരു വേദിയല്ല, എടാ ഇവിടെ ഇങ്ങനൊന്നും പറ്റത്തില്ല എന്ന് പറയുകയാണ്. അപ്പം അനുമോള് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ ഒറ്റപ്പെട്ടു പോയി, എനിക്കിവിടെ ആരും ഇല്ല. അപ്പം നൂറ് അവിടെ കിടന്നുകൊണ്ട് പറയുന്നുണ്ട്, നിന്റെ എല്ലാ വിഷമവും എല്ലാം ഇപ്പോഴും ഞങ്ങൾ കേൾക്കാൻ വരാറില്ലേ, പിന്നെന്തോ നിനക്ക് എന്തോ ഒറ്റപ്പെടല്ലേ, ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, പിന്നെന്താ നീ അങ്ങനെ പറയുന്നേന്ന് ചോദിക്കുന്നുണ്ട്. ശരിക്കും ആദിലയും നൂറയും ആ ഒരു കാര്യത്തിൽ ഭയങ്കര ക്വാളിറ്റി പേഴ്സൺ ആണ്. ഇപ്പോൾ ഷാനവാസ് ആയിക്കോട്ടെ, അക്ബർ ആയിക്കോട്ടെ, അപ്പാനി ആയിക്കോട്ടെ, ആരെടുത്ത് പോയും അവരെ കേൾക്കാനുള്ള ഒരു നല്ല ബിഗ് ആയിട്ടുള്ള ഒരു മനസ്സ് അവർക്കുണ്ട്. ബിക്കോസ് മേ ബി അവരനുഭവിച്ച ഒരു ലൈഫ് അത്രത്തോളം നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു വിഷയം ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രേണുസുതി പറയുന്നുണ്ട്, അനുമോൾ അങ്ങനെയാണ്, പുറത്ത് അനുമോൾ അങ്ങനെയാണ്, എല്ലാവരും ഇങ്ങനെ ഒരു പൊട്ടിപ്പെണ്ണിനെ പോലെ ഇങ്ങനെ കളിച്ച് ചിരിച്ച് നടക്കുന്നത്, അതാണ് അനുമോള് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ അന്ന് തൊട്ടേ തുടക്കം തൊട്ടേ ബിഗ് ബോസ് സീസൺ തുടങ്ങിയ സമയം തൊട്ടേ അനുമോൾ അങ്ങനെയാണ്. ബാക്കി എല്ലാവരിലും ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു. പക്ഷെ ജിസേലും തുടക്കം തൊട്ടേ വെൽ പ്ലാൻഡ് ആയിരുന്നു. പക്ഷെ ജിസേലിൻ്റെ ഗെയിമും കാര്യങ്ങളും ഒക്കെ ഇനി അങ്ങോട്ട് മാറാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഒരു വട്ടം ഞാൻ അല്ലാതെയും പറഞ്ഞിട്ടുണ്ട്, ജിസേലും നല്ലതാണ്, അനുമോളും നല്ലതാണ്. രണ്ടുപേരും മിക്കവാറും ഈ ഒരു ബിഗ് ബോസ് സീസൺ കഴിയുമ്പോൾ ഏറ്റവും നല്ല സുഹൃത്തുക്കളാകും. അതുകൊണ്ട് അനുമോൾക്ക് വേണ്ടിയിട്ട് ജിസേലിനെ പഴി പറയുന്നവരും ജിസേലിന് വേണ്ടിയിട്ട് അനുമോളെ അങ്ങേയറ്റം ടോർച്ചർ ചെയ്ത് സംസാരിക്കുന്നതും അത് പ്രേക്ഷകരായ നിങ്ങൾ അങ്ങനെ ഒരാളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് റീതിങ്ക് ചെയ്യുക.
എല്ലാം ഗെയിമാണ്. ഒരു സൈഡിൽ ഒരു ഗെയിം ഉണ്ട്, ഒരു സൈഡിൽ മാത്രം നമ്മുടെയൊക്കെ ജീവിതമാണ്. എപ്പോഴും അത് ചിന്തിക്കുക പ്ലീസ്. ഞാൻ ആ ഒരു കാര്യത്തിൽ ഞാൻ കമൻസ് ചിലത് എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ തോന്നാറുണ്ട്. കാരണം ഈ എന്താണ് ഇങ്ങനെ, അത് ജിസേലിനെ കുറിച്ചായിക്കോട്ടെ അല്ലെങ്കിൽ റെന ഫാത്തിമയെ കുറിച്ചാണെങ്കിലും, റെന ഫാത്തിമയും ഒക്കെ അങ്ങനെ ഒരു 19 വയസ്സുള്ള കുട്ടിക്ക് അതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ആൾ 29ാമത്തെ വയസ്സിൽ എന്തായാലും ഇന്ന് ഈ ബിഹേവ് ചെയ്യുന്ന കണക്ക് ബിഹേവ് ചെയ്യില്ല. ചിലപ്പോൾ ആ 29ാമത്തെ വയസ്സാകുമ്പോൾ റെന ഫാത്തിമ ഈ ബിഗ് ബോസിന്റെ സീസണൊക്കെ ഓർത്തിട്ട് ഏത് നേരത്താണോ എന്തോ ബിഗ് ബോസിലോട്ട് കയറാൻ തോന്നിയത് എന്ന് പറയും റെന ഫാത്തിമ. ഞാൻ എഴുതി പറയാം, അത്രയ്ക്കും ഉണ്ട്. ഇനി അടുത്ത് നമുക്ക് ജിസേലിന്റെ ആ ഒരു അവസ്ഥയിലേക്ക് വരാം. ബിഗ് ബോസ് വിളിച്ചിട്ട് ശരിക്കും ആ ഒരു പെരുമാറ്റം, ഞാൻ ആ ബിഗ് ബോസ് ഹൗസിൽ ആ ഒരു കൺഫെഷൻ റൂമിൽ ഈ ഒരു മരണ വാർത്ത അറിയുന്ന ജിസേലിന്റെ ആ ഒരു പെരുമാറ്റത്തെയാണ് ഏറ്റവും കൂടുതലും ശ്രദ്ധിച്ചത്. കാര്യം പറയുന്നുണ്ട്, അപ്പം എക്സ്പെക്റ്റഡ് ആണ്, ജിസേൽ അത് എക്സ്പെക്റ്റഡ് ആണ്. ബിക്കോസ് ആളൊരു ബുദ്ധിയുള്ള പെൺകുട്ടിയാണ് കേട്ടോ. ഭയങ്കര നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള, വളരെയധികം തിങ്കിങ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് ജിസേലിന്റെ വീട്ടിൽ അങ്ങനെ ചെറുക്കന്മാരൊന്നുമില്ല എന്നാണ് പറയുന്നത്. അതായത് വേറെ ഹെൽപ്പ് ചെയ്യാൻ അങ്ങനെ ആണുങ്ങളൊന്നുമില്ല, മമ്മിയും അമ്മയും മാത്രമാണുള്ളത്. മീൻസ് അത് മമ്മിയുടെ മാസി അങ്ങനെ എന്തോ സംതിങ് ആണ് പറയുന്നത്. അപ്പം അമ്മ ഒറ്റയ്ക്ക് എന്നുള്ളൊരു രീതിയിലുള്ള ഒരു വിഷമമുണ്ട്. പക്ഷേ ബിഗ് ബോസ് ഈ ഒരു മരണ വാർത്ത പറയുമ്പോഴത്തേക്കും ജിസേൽ അത് കേട്ടു, ഒന്നും മിണ്ടുന്നില്ല, എഴുന്നേറ്റ് ഓക്കെ കാര്യം കേട്ടു, താൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ എണീറ്റ് അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്കും ബിഗ് ബോസ് സ്ലോയിലാണല്ലോ എല്ലാം സംസാരിക്കുന്നത്. ജിസേൽ ഇരിക്കൂ ഇങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പോഴത്തേക്കും തിരിച്ചു വന്ന് ഇരിക്കുകയാണ്. എന്നുവെച്ചാൽ ആ കരച്ചിൽ താൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് അവിടെ മനസ്സിലായി. ദെൻ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് എഗെയിൻ ഇത് പറയാണ്, ജിസേലിന് എന്താണ് ഞങ്ങൾ ചെയ്തു തരേണ്ടത്, ജിസേലിന് ഇപ്പം എന്താണ് തോന്നിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിസേൽ പറഞ്ഞു അമ്മയടുത്ത് സംസാരിക്കണം. അപ്പോൾ ജിസേലിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇപ്പൊ തിരക്കിലാണ്, ഇപ്പൊ സംസാരിക്കാൻ കഴിയില്ല, അവരതിന്റെ ചടങ്ങുകളിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ സ്ഥിരം കോണ്ടാക്ട് ചെയ്തു എന്നൊക്കെ പറയുമ്പോഴും മമ്മി അങ്ങനെയൊക്കെ പറയും. മമ്മിക്ക് BP ഒക്കെ ഉണ്ട്, മമ്മിക്ക് ഭയങ്കര ടെൻഷനാണ്, മമ്മിക്ക് ഭയങ്കര വെപ്രാളം, മമ്മിക്കൂട്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല, ഞാൻ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ, എനിക്ക് മമ്മി അടുത്ത് പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സംഭവമൊക്കെ ജിസേൽ മറക്കാണ്, ബിഗ് ബോസ് അത് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാണ്. ഒരു കംപ്ലീറ്റ്ലി ആളുടെ മൈൻഡ് മൊത്തത്തിൽ ഔട്ടായ പോലെയായി. അപ്പോഴത്തേക്കും മമ്മിയെടുത്ത് സംസാരിക്കാനുള്ള ഒരു അവസരം ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട്. അപ്പം ജിസേൽ ബിഗ് ബോസിന്റെ മമ്മിയോട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവിടേക്ക് എന്തോ പൂജയൊക്കെ നടക്കുന്നതിന്റെ സൗണ്ടൊക്കെയാണ് പിന്നെ നമ്മൾ കേൾക്കുന്നത്. മമ്മിയെടുത്ത് സംസാരിക്കുന്നത് വളരെയധികം നമുക്ക് ക്ലിയർ ആകാൻ സാധിക്കില്ല. അപ്പം ജിസേൽ മമ്മിയെടുത്ത് പറയുന്നുണ്ട് എന്താ സംഭവിച്ചത്, ഹോസ്പിറ്റലിലായിരുന്നല്ലോ, അതിന്റെ എന്തൊക്കെയോ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്യുന്നുണ്ട്. ബട്ട് അത് സക്സസ് ആയിട്ടില്ല, അതുകൊണ്ട് ഇത് സംഭവിച്ചു, മരിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ശേഷം ജിസേൽ എഗെയിൻ പൊട്ടിക്കരയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ആൾക്ക് താല്പര്യമില്ല. ആളത് പറയുന്നുണ്ട്, എനിക്കിങ്ങനെ കരയാൻ താല്പര്യമില്ല, ഞാൻ കരയാൻ ഇഷ്ടപ്പെടുന്നില്ല, എനിക്കിങ്ങനെ ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിക്കരയാണ്. ദെൻ ഫൈനലി ബിഗ് ബോസ് പറയുന്നുണ്ട്, ആ ഒരു മൊമെന്റിലാണ് എനിക്ക് കൂടുതൽ വിഷമം തോന്നിയത്. ബിഗ് ബോസ് പറയുന്നുണ്ട് എത്ര വേണമെങ്കിലും ഇവിടെ ഇരുന്ന് കരയുക, എത്ര വേണമെങ്കിലും കരയുക. അതുപോലെ ആരെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിളിക്കണോ എന്ന് ചോദിക്കുമ്പോൾ അത് ആ മൈക്ക് കുറച്ച് മാറിക്കിടന്നതുകൊണ്ട് അത്ര ക്ലിയർ ആയില്ല. ബട്ട് എങ്കിലും ആരെയും വിളിക്കണ്ട എന്നാണ് പറയുന്നത്. അതൊന്നും എനിക്കൊരു കാര്യം മനസ്സിലായത്, ഞാൻ ഇതിന്റെ ഇടയിൽ ഈ ഒരു വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയ്ക്കിടയിൽ ഒരു ഗെയിമിന്റെ കാര്യം പറയുകയാണെന്ന് കരുതരുത്. പകരം ജിസേൽ ആ സമയത്ത് ഒരാളെയും കൂട്ടിന് വിളിച്ചില്ല. ബിക്കോസ് ജിസേൽ കൺസിഡർ ചെയ്യുന്നത് അവരെല്ലാവരും തന്റെ സഹ മത്സരാർത്ഥികളാണ്. അല്ലാതെ റെന ഫാത്തിമയോ ആര്യനോ ഒന്നും വേണ്ട, നെവിനോ ഒന്നും വേണ്ട. അതാ ഒരു ചങ്കൂറ്റം. അതായത് എക്സ്ട്രീം ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണ് അനുമോളും ജിസേലും. ജിസേല് വേറെ ഒരു ലെവല് ക്യാരക്ടറാണ്. അത് അങ്ങേയറ്റം ഒരുപാട് എക്സ്പോഷർ കിട്ടിയിട്ടുള്ള, ഒരുപാട് ലോകം കണ്ടിട്ടുള്ള, ഒരുപാട് വ്യക്തികളെ കണ്ടിട്ടുള്ള വ്യക്തിയാണ് ജിസേല്. അത് ഒരു സൈഡില്. അടുത്ത ഒരു ഓപ്പോസിറ്റ് സൈഡിൽ അനുമോള്, അതൊരു പാവം നാട്ടിൻപുറത്തുകാരിയാണ്. ഇതൊക്കെ ജിസേലോട് സംസാരിക്കുമ്പോൾ ലൈവില് ഈ ജിസേലിന്റെ ഭാഗം വരുന്നതിന്റെ കൂടെ തന്നെ അനുമോളെ കാണിക്കുന്നുണ്ട്. തന്റെ വിതുര എന്ന് പറയുന്ന നാട്ടിൽ ഞാൻ വെറും ഒരു പാവം പെൺകുട്ടിയാണ്, എന്നെ പോലെ ഇങ്ങനൊന്നും ആരും കടന്നു വന്നിട്ടില്ല, അവിടെ നമ്മുടെ തങ്കച്ചൻ വിതുരയും അതുപോലെ കുറച്ചു പേരൊക്കെ ഉള്ളൂ, കുറച്ചു പേരുടെ പേരൊക്കെ പറയുന്നുണ്ട്, അസീസിക്ക എന്നൊക്കെ പറയുന്നുണ്ട്, അവരൊക്കെ മാത്രമാണ് പുറം ലോകത്തേക്ക് വന്നത്. അപ്പോൾ എനിക്കതൊരു അഭിമാനമാണ്. എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും നല്ല കുട്ടിയായിരിക്കണം, എനിക്ക് അവരെ കൊണ്ട് നല്ലത് പറയിക്കണം, എൻ്റെ നാട്ടുകാരെ കൊണ്ട് എനിക്ക് നല്ലത് പറയിപ്പിക്കണം, ഞാൻ നല്ല കുട്ടിയാണെന്ന് കെഞ്ചി പറയുന്ന അനുമോള്. അങ്ങനൊന്നും ജീവിച്ച ആളെ അല്ല ജിസേലും അത് സമ്മതിക്കുന്നുണ്ട്. ജിസേൽ ഒരിക്കൽ പറയുന്നുണ്ട് അതേ കണക്കൊരു ഫാമിലി ഉണ്ട് അനുമോൾക്ക് എന്ന് പറയുന്നുണ്ട് ജിസേല്. എല്ലാവർക്കും ഇതേപോലെ ഒരു ഫാമിലി ഉണ്ടാകണം എന്നില്ല. ഈ അനുമോള് ഇതൊക്കെ പറയുന്നത് നൂറെടുത്തും മറ്റേ ആദിലെടുത്തുമാണ്.
എല്ലാവർക്കും ഒന്ന് അമ്മയോട് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അമ്മയടുത്തും അച്ഛനടുത്തും ഒന്നും സംസാരിക്കാൻ ബിഗ് ബോസ് സമ്മതിച്ചിരുന്നെങ്കിൽ, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും പറ്റിയിരുന്നെങ്കിൽ എന്ന് അനുമോള് പറയുമ്പോൾ ആദിലയും നൂറയും പറയുന്നുണ്ട്, ബെസ്റ്റ് നിങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അയ്യോ ഞങ്ങൾക്ക് ആരും ഇല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ കരയണോ എന്ന് ആദില ചോദിക്കുന്നുണ്ട്. ജീവിതത്തിൽ, യഥാർത്ഥ ജീവിതത്തിൽ, റിയൽ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു പ്രശ്നം നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കും ഇതുപോലെയൊക്കെ ആകാൻ സാധിക്കൂ. നിങ്ങൾക്ക് നല്ലൊരു അച്ഛനും അമ്മയും ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നമ്മൾ എപ്പോഴും വെറും വെറും പാവങ്ങളായി മാറൂടാ. കാരണം എന്ന് വെച്ചാലേ നമ്മൾ പാമ്പർ ചെയ്യപ്പെടുകയാണ് അവിടെ. നമുക്ക് ഒരുപാട് ഉയരത്തിൽ പറക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. അതൊരു വലിയ സത്യമാണ്. അത് ഈ ജിസയിൽ അനുമോളൊക്കെ നിങ്ങൾ ഇപ്പോൾ ഈ ബിഗ് ബോസ് എന്തായാലും കാണുന്നുണ്ട്, അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കുക. അല്ലാതെ ഫാൻ ഫൈറ്റ് നടത്തിക്കൊണ്ട് കാര്യമൊന്നുമില്ല കേട്ടോ. ഏതായാലും ശരി, ഫൈനലി ജിസേലിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ജിസേൽ പറയുന്ന ബിഗ് ബോസിനോട് പറയുന്നത്, ഒരുപാട് നേരം ഇരിക്കാൻ ബിഗ് ബോസ് പറയുന്നുണ്ട്, ഇവിടെ ഇരുന്ന് കരഞ്ഞോളൂ എന്ന് പറയുന്നുണ്ട്. ജിസേൽ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ആ വാതിലിൽ പുറത്തിരുന്ന് കരഞ്ഞോട്ടെ, ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞോട്ടെ എന്നാണ്. എന്ന് വെച്ചാൽ കൺഫെഷൻ റൂമിൽ ഇരുന്നൊന്നും കരയണ്ട, അവരുടെ അടുത്തും പോയി ഇരുന്ന് കരയണ്ട. ആ ഒരു ഇടനാഴി പോലെയുള്ള ബിഗ് ബോസിന്റെ ആ ഒരു കൺഫെഷൻ റൂമിന്റെ ഇടനാഴിയിൽ അവിടെ ഓടിപ്പോയി, സമ്മതിക്കുന്ന ഉടനെ ഓടിപ്പോയി കുത്തിയിരുന്ന് കമന്നിരുന്ന് കരയുകയാണ്. വാക്കൗട്ട് ആകുമോ എന്ന് എനിക്ക് അറിയത്തില്ല, ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് അറിയത്തില്ല. ഞാൻ ലൈവ് കണ്ടിട്ട് ഇതൊന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. സോ നിങ്ങളൊക്കെ ഈ ഫാൻ ഫൈറ്റ് നടത്തി ഒരാളെ ചീത്ത വിളിക്കുമ്പോൾ, അത് ആരെയാണെങ്കിലും അവർക്കൊക്കെ ലൈഫുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്, ഈ സൈബർ ബുള്ളിയിങ്ങിലേക്ക് എത്തിക്കാത്ത തരത്തിൽ വേണം ഈ ഒരു കോമ്പറ്റീഷനെ നിങ്ങൾ കാണാൻ. ഒരാളും പുറത്തിറങ്ങി, ഇപ്പം കഴിഞ്ഞ സീസണിൽ ജാസ്മിൻ ജാഫർ, ഒരാവശ്യവുമില്ല ജാസ്മിനെയൊക്കെ ഇങ്ങനെ പറയണ്ടേ. ജാസ്മിന്റെ ഫാൻ ആണെന്നൊക്കെ പറഞ്ഞ് തുടക്കമേ എനിക്കൊരു കമന്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റിൽ പറയുന്നു, ഒരാളെയും അത്രയും അവരുടെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലോട്ട് അധികം സ്ത്രീകൾ വരില്ല. കാരണം എന്തെന്നറിയോ, ഈ ബിഗ് ബോസ് കഴിയുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു സ്ത്രീ സത്യം പറഞ്ഞാൽ ബലി കൊടുക്കേണ്ടി വരും, നാണം കെടും. ഇപ്പൊ ആര്യ ബഡായി ഒക്കെ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് തീർന്ന സമയത്ത് ഒരുപാട് പാവം, ഒരുപാട് സഹിച്ചിട്ടുണ്ട്. ഇന്ന് അവർക്ക് നല്ലൊരു ലൈഫൊക്കെ കിട്ടി. അതൊക്കെ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോയുടെ തന്നെ ഗുണമായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ശരി, നിങ്ങളുടെ പേഴ്സണലി നിങ്ങൾക്ക് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, എനിക്കറിയാം അനുമോളുടെ ആ ഒരു കരച്ചിൽ ഒരുപാട് പേർക്ക് ടച്ച് ചെയ്തിട്ടുണ്ട്. ഈവൻ എനിക്ക് തന്നെ വിഷമം തോന്നിയിട്ടുണ്ട്. ആളുടെ ആ ഒരു റിയൽ ക്യാരക്ടർ കൊണ്ടാണ്. ആൾ ഭയങ്കര ഇന്നസെന്റ് ആണ്. ഇതൊരു ഗെയിമോ സ്ട്രാറ്റജിയോ അല്ല. ഒരിക്കലും ജിസേലിന്റെ ഈ ഒരു കരച്ചിലോ അല്ലെങ്കിൽ ഈ ഒരു ഇതോ ആരും എടുത്ത് ഗെയിമാണ് അല്ലെങ്കിൽ അത് കണ്ട അത് കള്ളക്കരച്ച് പറയരുത് പ്ലീസ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. അതുപോലെ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.